നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് ഒന്ന്. ക്വാണ്ടം ഹീലിംഗിലേക്ക് വരുന്നത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് വരുന്നത്. അതായത് പിന്നെ അത് വാട്സപ്പിൽ കണക്ട് ആയി സാറിനായിട്ട് സംസാരിച്ചു. അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത് ഭയങ്കര ഒരു ഭയം ഉണ്ടായിരുന്നു മൈൻഡിൽ ഫുള്ള്. പിന്നെ അതേപോലെ ചെസ്റ്റിന്റെ അവിടെ വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് ഭയങ്കര ഒരു വെയിറ്റ് പോലെ, അതായത് പെയിനോ കാര്യങ്ങളോ അല്ല. അപ്പൊ ഞാൻ സാറിനോട് ഇങ്ങനെ സംസാരിച്ചു, എന്താണ് ഇപ്പൊ ഇതിനൊരു ചെയ്യാന്ന് നോക്കുമ്പോ സാർ ഒരു 3 ഹീലിംഗ് സാറിന്റെ ഒരു 3 ഹീലിംഗ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഹീലിംഗ് എടുത്തിട്ട് ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് 10 ഡേയ്സ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഹീലിംഗ്. പിന്നെ സാർ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് സാറിന്റെ സ്പെഷ്യൽ ആയിട്ട് ഹീലിംഗ് അതും ചെയ്തു. അതാണ് ഇപ്പോ ഞാൻ ചെയ്തത്. അപ്പോ ഫസ്റ്റ് ഹീലിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത്. വളരെയധികം മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ ചെസ്റ്റിന്റെ വെയിറ്റ് വരുമ്പോൾ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി എപ്പോഴും ഇല്ല, ഇത് വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ പെട്ടെന്നൊരു ഭയം കയറും. ഭയം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫുൾ ഡൗൺ ആവും. പിന്നെ സുഹൃത്തുക്കളായിട്ട് പോവില്ല, അതായത് നമ്മളൊന്ന് ഒതുങ്ങിപ്പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവത്തിലായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഹീലിംഗ് കഴിഞ്ഞ ആ സംഭവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതായത് ആ വെയിറ്റ് എന്ന് പറഞ്ഞ സംഭവം കുറച്ച് ലഘുവായിട്ട് ശരീരം ഒന്ന് ലൈറ്റ് ആയി. അങ്ങനെ അത് ചെയ്തൊരു കുറച്ച് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ സാർ ഒരു അടുത്ത ഹീലിംഗ് കൂടി സ്റ്റാർട്ട് ചെയ്തു 10 ദിവസം കഴിഞ്ഞിട്ട്. അപ്പൊ അത് രണ്ടാമത്തെ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ചേഞ്ച് ബോഡിക്ക് മൈൻഡിന് വന്നു തുടങ്ങി. അപ്പൊ നമ്മൾ ഫുൾ ഒന്ന് ആക്റ്റീവായി തുടങ്ങി. മറ്റേ ആ വെയിറ്റ് എന്നുള്ള സംഭവം വളരെ കുറഞ്ഞ സമയത്തിൽ നിന്ന് വരാൻ തുടങ്ങിയത്. അത് വന്ന് അങ്ങനെ ആ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയി. നമ്മളെ ബോഡി ബെറ്റർ ആയി, അതേപോലെ മൈൻഡ് ബെറ്റർ ആയി. പിന്നെ അതൊരു മൂന്നാമത്തെ ഹീലിംഗ് കഴിഞ്ഞതോടുകൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ ചേഞ്ച് വന്നു. ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് തന്നെ വന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല അത്ര ഇങ്ങനെ. ഫസ്റ്റ് സാറ് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതായത് നമ്മളെ ഭയം മാറുക എന്ന് മാത്രമല്ല, ഫുൾ സംഭവങ്ങളിൽ ആക്റ്റീവ് ആയി തുടങ്ങി. അതായത് നമ്മൾ ഒതുങ്ങി കൂടിയ സംഭവത്തിന് ഫുള്ള് വൈബായിട്ട് ആക്റ്റീവിലാക്കി വന്നു തുടങ്ങി മൂന്നാമത്തെ മെഡിറ്റേഷൻ ഹീലിംഗ് കഴിഞ്ഞപ്പോൾ. അപ്പൊ വളരെ നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തി തുടങ്ങി. പിന്നെ ഇപ്പോ നാലാമത്തെ സാറ് പറഞ്ഞിട്ട് അത് ഇപ്പൊ ആദ്യം പറഞ്ഞില്ല, വീണ്ടും നാലാമത്തെ ഒരു ഹീലിംഗ് കൂടി ചെയ്യാൻ പറഞ്ഞു. അത് ആണ് ഇപ്പൊ ചെയ്തപ്പോ ബെറ്റർ ആണ്. ഭയങ്കര നമ്മളെ ലൈറ്റ് ബോഡി ഭയങ്കര ലൈറ്റ് ആയി. ചിന്തകളൊക്കെ ഒരു പോസിറ്റീവായി. എപ്പോഴും ഒരു ഭയപ്പെടുന്ന ഉള്ളില് ഭയം വരുന്ന ചിന്തകളൊക്കെ ഡിലീറ്റ് ആയി പോയി എന്ന് തന്നെ പറയാം, ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും. അതെ അതെ. ഇപ്പൊ ഇത് ജോലിയെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? അതുകൂടി പറയാം. അതായത് ഫസ്റ്റ് ഹീലിംഗ് എടുക്കുന്നതിന്റെ മുന്നേ 2 ദിവസം മുന്നേ വളരെയധികം ഞാൻ ചെയ്യുന്ന ജോലിയിലേക്ക് തീരെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് എങ്ങനെ പോയാലും കണക്ട് ആവില്ല. അങ്ങനെയാണ് സാറിന്റെ യാദൃശികമായിട്ട് വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യുന്നതും. ഫസ്റ്റ് ഹീലിംഗ് എടുത്തോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു ജോലി ചെയ്യാൻ ഒരു ടയേർഡ് ഉണ്ടായിരുന്നു, അതിന് വളരെയധികം മാറ്റങ്ങളാണ് വന്നത്. അത് ഞാൻ എന്താ പറയാ, പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് വന്നു മാറ്റം. ആഹ് അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ അത് ഓരോ സ്റ്റെപ്പായിട്ട് കയറി ജോലിയിൽ നമ്മൾ ആക്റ്റീവായി തുടങ്ങി. പിന്നെ സാറ് പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ, നമ്മളെ വീട്ടിന്റെ മുറ്റത്ത് ചെരുപ്പിടാതെ നടക്കുക, ഭൂമിയുടെ ടച്ച് കാര്യങ്ങൾ, അതൊക്കെ ചെരുപ്പിടാണ്ട് സാറ് പറഞ്ഞത്ര നടന്നില്ലെങ്കിൽ ശരി കുറച്ചൊക്കെ നടക്കാൻ പറ്റി. അപ്പൊ അതോട് കൂടിയിട്ട് കുറെയൊക്കെ ബെറ്ററായി. ഭയങ്കര അധികം മാറ്റാണ് നമ്മളെ ജോലിയിലും നമ്മളെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വന്നുള്ളത്. അതായത് നമ്മളെ അറിയാലോ, ഒരു അസുഖം നമ്മളെ മൈൻഡിൽ, അസുഖം എന്നല്ല, നമ്മളൊരു മൈൻഡിൽ ടെൻഷൻ വന്നുമ്പോ എല്ലാറ്റിനെയും, നമ്മളോട് ബന്ധപ്പെട്ട എല്ലാറ്റിനെയും അത് ബാധിക്കും. ജോലിയെ ബാധിക്കും, ദാമ്പത്യ ജീവിതത്തിനെ ബാധിക്കും, ഉള്ള സുഹൃത്തുക്കളെ ഒക്കെ ബാധിക്കും. അപ്പൊ നമ്മളാ ഫുള്ള് കണ്ട് ആക്റ്റീവ് കുറഞ്ഞിട്ട് നമ്മൾ ഒതുങ്ങി കൂടാൻ നോക്കും വീടിന്റെ ഉള്ളിൽ. പക്ഷെ അതിന്നൊക്കെ മാറിയിട്ട് ഫുൾ ആക്റ്റീവായി തുടങ്ങി. ഇപ്പൊ ഓവർ ആക്റ്റീവാന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയി മാറി.